കോൺഗ്രസിന്റെ AICCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ PJ ജോസഫ് മാധ്യമങ്ങളെ കാണാൻ നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ല, പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഗോപി, പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒരു നേതാവിന്റെ ശബ്ദമോ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയോ അല്ല നമ്മളിപ്പോൾ കണ്ടത് എന്ന് തന്നെയാണ് ആ ശരീരഭാഷയിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പോഴും ശുഭാപ്തി വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുന്ന PJ ജോസഫിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ ശുഭാപ്തി വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ വാക്കിൽ അദ്ദേഹം പറയുന്നു, പക്ഷെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും കാണുന്നു. അത് സാഹചര്യം മാറ്റിയ പുഞ്ചിരിയാണോ അതോ തൽക്കാലത്തേക്കുള്ള അടവായിരിക്കുമോ? കോൺഗ്രസ് എന്തെങ്കിലും ഒരു ഉറപ്പ് PJ ജോസഫിന് നൽകിയതായി ഇതുവരെയും ഒരു നേതാക്കളും നമ്മളോട് പറയുന്നില്ല. കോൺഗ്രസ് അദ്ദേഹത്തോട് ഒരു അല്പം കൂടെ സാവകാശത്തോടെ കാത്തിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് കേൾക്കുന്നത്. തൽക്കാലം പ്രതിസന്ധി ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം വെച്ചു. അതായത് കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തു വരിക പോലും ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ PJ ജോസഫിന്റെ മുന്നിൽ വച്ചത് എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിലും ഈ വിഷയം, ഇന്നലെ ഇന്നുമായുള്ള ചർച്ചകളിലും ഈ വിഷയം വന്നിരുന്നു. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് കോൺഗ്രസിന്റെ സാധ്യതകൾക്ക്, കുറഞ്ഞപക്ഷം കോട്ടയം സീറ്റിലെ UDFന്റെ സാധ്യതയും തൊട്ടടുത്ത ഇടുക്കി, പത്തനംതിട്ട സീറ്റുകളിലെ കോൺഗ്രസിന്റെ സാധ്യതകളെയും ബാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ കോട്ടയം സീറ്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ കോട്ടയം സീറ്റിൽ ആളെ മാറ്റണമെന്നോ തുടങ്ങിയ ഒരു നിർദ്ദേശങ്ങളും ഇന്നത്തെ ചർച്ചയിൽ ഇന്നലെ ഇന്നുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്ത് ഇവിടെ പരിഹരിക്കാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് KPCC രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വച്ചതും അതിന് അംഗീകാരം ലഭിച്ചു.